ഗുഡ് മോർണിംഗ് അക്ഷയ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ UK ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഓക്കെ. ഇൻഫോസിസ് എന്നാ അങ്ങോട്ട് പോയത്? ഇൻഫോസിസ് ഒരു 1 year മുന്നേ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. സാർ ഞാൻ വരുന്ന വഴിക്ക് കുറെ യങ് സ്റ്റുഡൻസിനെ കണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തൊട്ട് BCA സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഈ വർഷം നമ്മുടെ BCA 4 year ACT കീഴിലുള്ള 4 year പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അക്ഷയ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. കണ്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നു കോളേജ് BCA പ്രോഗ്രാം തന്നെ 2 വർഷമായി. നിങ്ങൾ 3 വർഷത്തെ കോഴ്സ് ഇപ്പൊ 2 വർഷത്തെ കോഴ്സായി. അത് കൂടാതെ നമ്മുടെ പ്രോഗ്രാംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം ഏകദേശം 10ഓളം ആഡ് ഓൺ കോഴ്സുകളാണ് കുട്ടികൾ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഏതൊക്കെ ആഡ് ഓൺ കോഴ്സ് അവർക്ക് വേണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ AI ഒക്കെ കൊടുക്കുന്നുള്ളത് തീർച്ചയായിട്ടും AI ഉണ്ട്, IoT ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഡ് ഓൺ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ അലുമിനി മെമ്പേഴ്സ്, അതായത് നിങ്ങളെ പോലുള്ള നിങ്ങളുടെ കമ്പനിയിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ പറയണം. അപ്പൊ അതനുസരിച്ചുള്ള പ്രോഗ്രാംസ് നമ്മളിവിടെ ഡിസൈഡ് ചെയ്യും. ഓക്കെ സാർ, എന്നാൽ ഞാൻ കോളേജൊക്കെ ഒന്ന് മൊത്തം ചുറ്റി കണ്ടിട്ട് വരാം. തീർച്ചയായിട്ടും വരാം. ഞാൻ ടീച്ചറെ കണ്ടായിരുന്നു. ഞാനും കുറച്ച് ടീച്ചേഴ്സിനെ ആണോ? എന്തൊക്കെയുണ്ട്? സുഖം. കണ്ടായിരുന്നു. മിസ്മാരെല്ലാം കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആണോ? കോളേജിന്റെ ഒരു മാറ്റം, വല്ലാത്തൊരു മാറ്റം അല്ലേ? യുജിക്കാരൊക്കെ വന്നു അറിഞ്ഞായിരുന്നു? കണ്ടായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയസിലൂടെ ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാണും. എന്തായാലും നല്ല വൈബ് അല്ലേ? അതെ, ഇപ്പൊ പഠിക്കുന്ന പിള്ളേരുടെ ആ ഒരു വൈബ്. അതെ, അവരുടെ ഒക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അതെ, പഴയ ഒരു മെമ്മറീസിലേക്കൊക്കെ പോയില്ലേ നമ്മൾ എല്ലാവർക്കും ചെന്നപ്പോൾ? ഒരുപാട് ഓർമ്മകൾ, പ്രത്യേകിച്ച് സാറുമാരോടൊക്കെ സംസാരിക്കും. ഇത്രയും വർഷമായിട്ടില്ലേ? ആണ്.